പല സമയങ്ങളിലും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മ്യൂച്വൽ ഫണ്ടുകളിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ SIP റൂട്ടിൽ, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ റൂട്ടിൽ നിക്ഷേപം നടത്തുന്നതാണോ നല്ലത്. നിങ്ങൾ ലംസമായിട്ട് നടത്തുന്ന നിക്ഷേപങ്ങൾക്കും അതേപോലെ SIP റൂട്ടിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്കും അതിൻ്റേതായ അഡ്വാൻറ്റേജുകളുണ്ട്. പക്ഷേ ലംസമായിട്ട് നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ കൺസിഡർ ചെയ്തിട്ട് വേണം നിക്ഷേപങ്ങൾ നടത്തുവാനായിട്ട്. അഥവാ നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ, എന്നാൽ പലപ്പോഴും മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകൾ നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലംസമായിട്ട് നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വന്നേക്കാം. എന്നാൽ SIP റൂട്ടിലാണ് നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുന്നതെങ്കിൽ കോസ്റ്റ് ആവറേജിങ്ങിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നു. ഒരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ മാർക്കറ്റിനെ ടൈം ചെയ്യേണ്ട ആവശ്യമില്ല, മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ച് ഡെയിലി വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. SIP റൂട്ടിലുള്ള നിക്ഷേപങ്ങൾ ഓരോ മാസവും നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ദിവസം തന്നെ യൂണിറ്റുകൾ അലോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ കോസ്റ്റ് ആവറേജിങ്ങിൻ്റെ, സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അത് പല രീതിയിലായിരിക്കാം ബിഹേവ് ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റ് കുറഞ്ഞിരിക്കാം, നാളെ കൂടിയിരിക്കാം, അല്ലെങ്കിൽ വരുന്ന ഒരാഴ്ചത്തേന് മാർക്കറ്റ് അപ്വേർഡ് മൂവ്മെൻറ്റ് കാണിക്കാം. മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കും, മാർക്കറ്റ് അപ്പായി ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ച് യൂണിറ്റുകൾ ലഭിക്കും. നിങ്ങൾ 5 വർഷത്തേനോ അല്ലെങ്കിൽ 10 വർഷത്തിൻ്റെയൊക്കെയാണ് ഒരു SIP റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകളുടെ എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. പലരും പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ മാസത്തിൽ ഏത് ദിവസം SIP സ്റ്റാർട്ട് ചെയ്യണം? കാരണം ഒരു മാസത്തിൽ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഡേറ്റിൽ ഏത് ഡേറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് SIP സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഡെയിലി ബേസിസിൽ SIP സ്റ്റാർട്ട് ചെയ്യാം, ഡെയിലി ബേസിസിൽ SIP സ്റ്റാർട്ട് ചെയ്യാം, വീക്കിലി ബേസിസിൽ ചെയ്യാം, വീക്കിൽ 1-2 പ്രാവശ്യം വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഹാഫ് ഇയർലി ബേസിസിലോ ഇയർലി ബേസിസിലോ നിങ്ങൾക്ക് SIPകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇന്ന് പല മ്യൂച്വൽ ഫണ്ടുകളും തരുന്നുണ്ട്. ഇവിടെ മുഖ്യമായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ, മാസത്തിൽ ഏത് ദിവസം SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുക? അഥവാ ഞാൻ വീക്കിലി ബേസിസിൽ ചെയ്താൽ എനിക്ക് കൂടുതൽ റിട്ടേൺസ് ലഭിക്കുമോ? ഡെയിലി ബേസിസിൽ ചെയ്താൽ എൻ്റെ കോസ്റ്റ് കൂടുതലായിട്ട് ആവറേജ് ചെയ്ത് എനിക്ക് അധിക ബെനിഫിറ്റ് ലഭിക്കുമോ? ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ചോദിക്കാറുണ്ട്. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള NAV പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല അവസരങ്ങളിലും കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ ഡെയിലി SIP ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, മാസത്തിലൊരിക്കലാണ് നിങ്ങൾ SIP ചെയ്യുന്നതെങ്കിലും, വീക്കിലി ബേസിസിലാണ് നിങ്ങൾ SIP ചെയ്യുന്നതെങ്കിലും, ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ഓൾമോസ്റ്റ് സെയിം ആണെന്നാണ് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തതിൽ നിന്ന് പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ബേസിസിൽ SIP ചെയ്യുക, അല്ലെ ഡെയിലി ബേസിസിൽ STP, അതായത് ഫണ്ടിൽ നിന്ന് യൂണിറ്റുകൾ വിറ്റ് വേറൊരു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഡെയിലി ബേസിസിൽ അങ്ങനെ ചെയ്യുക. ഇതെല്ലാം ഒരുപാട് എൻട്രീസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് ഡെബിറ്റുകൾ വരാം. പിന്നെ അത് റിക്കൺസൈൽ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്, നിങ്ങൾ ഈ യൂണിറ്റുകൾ തിരിച്ച് വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് മന്ത്ലി SIP ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ വീക്കിലി ബേസിസിലുള്ള SIPകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഏത് രീതിയിലുള്ള SIP മോഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിലും കഴിഞ്ഞ കാലത്തെ ഡേറ്റകൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കുമെന്നാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, ലംസമായിട്ട് നടത്തുന്ന നിക്ഷേപമാണോ കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തു തരുന്നത്,
അല്ലെങ്കിൽ SIP റൂട്ടിൽ നടത്തുന്ന നിക്ഷേപങ്ങളാണോ കൂടുതൽ റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്തു തരുന്നത് എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ SIP റൂട്ടിലുള്ള നിക്ഷേപങ്ങളാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലംസമായിട്ട് നിങ്ങൾക്ക് നടത്തുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് SIPക്ക് സമാനമായിട്ടുള്ള ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പല സമയങ്ങളിലും സാധിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ തന്നെ ഒരു സ്വന്തം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കോട്ടക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ ഞാൻ SIP റൂട്ടിൽ നടത്തിയ നിക്ഷേപം, അത് എത്രയാണ് അതിൻ്റെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തത്, അതോടൊപ്പം തന്നെ മാർക്കറ്റിനെ ടൈം ചെയ്ത്, അതായത് മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകൾ വാച്ച് ചെയ്തിട്ട് ലംസമായിട്ടും ഞാൻ ഈ സെയിം സ്കീമിൽ പല സമയങ്ങളിലും നിക്ഷേപം നടത്തിയിട്ടുണ്ട്. SIP റൂട്ടിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിൽ നിന്നാണോ അല്ലെങ്കിൽ മാർക്കറ്റിലെ ചേഞ്ചസുകൾ മനസ്സിലാക്കി, അതായത് പല സമയങ്ങളിലും മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിഫ്റ്റിയോ BSE സെൻസെക്സോ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലും SIP റൂട്ടിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾക്ക് മാർക്കറ്റിനെ ടൈം ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഡേറ്റിൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താണെങ്കിൽ തന്നെയും നമ്മുടെ നിക്ഷേപങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്നാൽ ലംസമായിട്ട് ഞാൻ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾ പല സമയങ്ങളിലും മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്താണ്. BSE സെൻസെക്സോ നിഫ്റ്റിയോ ഒരു സർട്ടൻ പെർസെൻറ്റേജിൽ കൂടുതൽ ഡൗൺ ആകുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഞാൻ ലംസമായിട്ട് ഈ ഫണ്ടിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊരു പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് എൻ്റെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫോം ചെയ്തിരിക്കുന്നത്, അതോടൊപ്പം തന്നെ SIP റൂട്ടിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾ പെർഫോം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഈ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലും നമുക്ക് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് ലൈവായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഇത് കോട്ടക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഞാനിത് 2017 ജൂൺ മുതൽ 3000 രൂപ എല്ലാ മാസവും SIP റൂട്ടിൽ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 7 വർഷക്കാലത്തിൽ ഏകദേശം 30 പ്രാവശ്യം ഞാൻ ഇതിൽ ലംസമായിട്ടും എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ടേബിളിൽ കാണിക്കുന്നത്. 7 വർഷം കൊണ്ട് ഏകദേശം 2,76,000 രൂപയോളം SIP റൂട്ടിൽ ഞാൻ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇന്നത്തെ വാല്യൂ ഏകദേശം 5,49,000 ഉണ്ട്. ഏകദേശം 2,73,000 എനിക്ക് അതിൽ നിന്ന് ലാഭം വന്നിട്ടുണ്ട്. ഏകദേശം 7 ലക്ഷം രൂപയോളം ഈ കോട്ടക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 7 വർഷക്കാലത്തിൽ 30 പ്രാവശ്യമായിട്ട് ഏകദേശം 7,09,000 രൂപയോളം ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16 ലക്ഷത്തിൽ കൂടുതലാണ്. ഏകദേശം 9 ലക്ഷം രൂപയോളം ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ XIRR കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 2017 മുതൽ 3000 രൂപ വീതം നടത്തിയിരിക്കുന്ന SIP, അത് ഞാനൊരു എക്സൽ ഷീറ്റിൽ XIRR കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്തതാണ്. അത് ഏകദേശം 18% എനിക്കിതിൽ നിന്ന് ആനുവലൈസ്ഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന റിട്ടേൺസ് ഏകദേശം 18%. 7 വർഷം കൊണ്ട് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ നിന്ന് SIP ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിട്ടേൺസ് ഇതാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ ലംസമായിട്ട് നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾ. ഞാൻ പറഞ്ഞു 7 വർഷക്കാലത്തിനുള്ളിൽ ഏകദേശം 30 പ്രാവശ്യം കോട്ടക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ പല എമൗണ്ടുകൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന XIRR എന്ന് പറയുന്നത് ഏകദേശം 16.23%. ഞാൻ SIP റൂട്ടിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് കുറച്ച് കുറവാണ്. 1.5% കുറവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എങ്കിലും ഞാൻ ഈ നടത്തിയിരിക്കുന്ന ഓരോ ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഇൻഡിവിജ്വലായിട്ട് അതിൻ്റെ CAGR, അതായത് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് കമ്പ്യൂട്ട് ചെയ്താലും ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കൊക്കെ 16% വരുന്നുണ്ട്. അതായത് 2017 നടത്തിയ നിക്ഷേപങ്ങൾക്ക്. പല നിക്ഷേപങ്ങൾക്കും 17%, 18%, 20% വരെയും CAGR ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ CAGR ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ അതിൽ കുറവാണ്. കാരണം മാർക്കറ്റ് ഡൗൺ ആയ കാരണം അതിൽ വരുന്ന റിട്ടേൺസിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഓവറോൾ ആയിട്ട് ലംസമായിട്ട് നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളിൽ നിന്നും 7 വർഷം കൊണ്ട് ഏകദേശം 17%-ഓളം IRR കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ SIP റൂട്ടിലുള്ള നിക്ഷേപങ്ങളാണ്
എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പക്ഷേ പല സമയങ്ങളിലും മാർക്കറ്റ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തരുമ്പോൾ, ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം തന്നെ നമ്മൾ നോക്കിയാൽ സെപ്റ്റംബർ 2024 മുതൽ നമ്മുടെ മാർക്കറ്റ് ഒരു ഡൗൺവേർഡ് ട്രെൻഡിലാണ്. ഇതേപോലെ അവസരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ ലംസമായിട്ട് ചെറിയ ചെറിയ എമൗണ്ടുകൾ നിക്ഷേപം നടത്തിയാലും അതിൽ നിന്ന് നമുക്ക് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളെല്ലാം പല സമയങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ഈ നിക്ഷേപങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ആ നിക്ഷേപങ്ങളിൽ നിന്നും ഒരു റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പൊതുവായിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത്, നമുക്ക് മാർക്കറ്റിനെ ടൈം ചെയ്യാൻ പറ്റില്ല. ഏത് സമയത്താണ് മാർക്കറ്റ് കൂടുക, എത്ര പെർസെൻറ്റേജ് മാർക്കറ്റ് കൂടും, എത്ര പെർസെൻറ്റേജ് മാർക്കറ്റ് കുറയും, അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് പറയാമെന്നല്ലാതെ ആക്യുറേറ്റ് ആയിട്ട് ഒരു വ്യക്തിക്കും അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടോ പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാർക്കറ്റ് നമുക്കൊരു അവസരം തരുമ്പോൾ ചെറിയ ചെറിയ എമൗണ്ടുകൾ ലംസമായിട്ടോ അല്ലെങ്കിൽ SIP റൂട്ടിലോ നിക്ഷേപങ്ങൾ നടത്തിയാൽ ലോങ് ടൈമിലേക്ക് നമുക്ക് വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് എൻ്റെ കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെയുള്ള നിക്ഷേപങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആകുക, പേഷ്യൻസ് വേണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഒരു അത്യാവശ്യ ഘടകം എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആകുക. ഈ പ്രസൻറ്റേഷനിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം, SIP റൂട്ടിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിൽ നിന്നാണ് ലംസമായിട്ട് നടത്തുന്ന നിക്ഷേപവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. പല സമയങ്ങളിലും മാർക്കറ്റ് ഡൗൺ ആകുന്ന സമയത്താണ് ഞാൻ ഈ ലംസമായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും SIP റൂട്ടിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾ നമ്മൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കാതെയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ നടക്കുന്ന നിക്ഷേപങ്ങൾ പലപ്പോഴും ലംസമായിട്ട് നമ്മൾ ചെയ്യുന്ന നിക്ഷേപത്തെക്കാൾ കൂടുതൽ റിട്ടേൺസ് പല സമയങ്ങളിലും നേടിത്തരാറുണ്ട്. ലംസമായിട്ട് നമ്മൾ നടത്തുന്ന ഓരോ നിക്ഷേപത്തിൻ്റെയും CAGR നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കിയാൽ പല സമയങ്ങളിലും ആവറേജ് നമുക്ക് SIPയിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺസിനേക്കാളും കൂടുതലായിട്ടും കാണുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് കറക്റ്റായിട്ട് മാർക്കറ്റിനെ ടൈം ചെയ്യാൻ പറ്റിയെങ്കിൽ, അത് സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ സാധാരണ രീതിയിൽ നമുക്ക് അങ്ങനെ മാർക്കറ്റിനെ ടൈം ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും ലംസമായിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് നിക്ഷേപം നടത്തണമെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺവേർഡ് ട്രെൻഡിൽ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെറിയ ചെറിയ എമൗണ്ടുകൾ നിക്ഷേപങ്ങൾ നടത്തിയാലും ലോങ് ടൈമിലേക്ക് നമുക്ക് നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ലൈവായിട്ടുള്ള എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള 1200ഓളം വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾ എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു അവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.